ശരി, എന്റെ കുടുംബക്കാർക്കും പറഞ്ഞൂടാ. ഇതൊക്കെ റെക്കോർഡാവുണ്ടാവും. ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു എന്താ പറയാ, ഞങ്ങള് മര്യാദക്ക് മയക്കി കളഞ്ഞു. പട്ടി. ഹായ് മണീസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി പിടിക്കുകയാണ്. ഇങ്ങനെ വെറുതെ ഒരു Q&A ചെയ്യാന്ന് വെച്ചു. ഇപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ഒന്നല്ല, ജസ്റ്റ് ഒന്ന് സാധനം ഞാൻ ഒരു പാട്ട് പാടാൻ വേണ്ടി മൈക്ക് നിർത്തുക. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കണ്ടപ്പോൾ വേഗം നമുക്കൊന്ന് ഒരു Q&A ചെയ്താലോ എന്ന് പറഞ്ഞു. മെമ്മറി ഫുൾ ആവാൻ നമുക്ക് Q&A ചെയ്യും. അതെ, അതില് റെക്കോർഡ് ചെയ്യുന്നത് പോലും നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ എന്താണ് സംഭവം സെറ്റായാൽ നമുക്ക് ഇടാം. അത് അവസാനത്ത് അല്ല ഊതിയൊക്കെ അറിയില്ല. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ട് എന്താ നോക്കട്ടെ. ആദ്യം നമ്മൾ എങ്ങനെയാണ് Q&A നമ്മൾ അധികം നോക്കണമായിരുന്നു. അതെ, ഇപ്പൊ അതുപോലെ അറിയില്ല. എന്നാലും കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, കുറച്ച് ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. നീ ആദ്യം ചോദിച്ചോ. നമ്മുടെ ഈ കോളേജ് ലൈഫ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് എന്തായിരുന്നു? മൊമെന്റാ? അങ്ങനെ മൊമെന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമ്മളെ ഞങ്ങള് മറ്റേ ഫസ്റ്റ് ഇയറിൽ ഒരു ബാച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഞങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് പുറത്ത് വിട്ടില്ലേ, അത് ഭയങ്കര രസമല്ല, നാണക്കേടായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നാലും അത് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ മറക്കാൻ ചാൻസ് എനിക്ക് തോന്നില്ല. അന്ന് നിനക്കത് എനിക്കിഷ്ടമുള്ള മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ഫീൽഡ് വർക്കിന് പോയതാണ്. ഞങ്ങളുടെ 3rd ഇയറിൽ ഞങ്ങൾക്ക് ഒരു 1 മന്തോളം ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇവളും വേറൊരു കുട്ടിയും കൂടിയിട്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് ഒറ്റ ടീമായിരുന്നത്. അപ്പം ഞങ്ങൾ പോയത് പോണ്ടിച്ചേരി. എന്റെ കുടുംബക്കാർക്കും പറഞ്ഞൂടാ, ഇപ്പൊ എല്ലാരും അറിയും. അതെ, അപ്പൊ പോണ്ടിച്ചേരിയിൽ ഒരു മന്തോളം അവിടെ ആയിരുന്നു നമ്മള്. നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു ഫീൽഡ് വർക്കിന്റെ കുറെ അണ്ണന്മാരെയും. ഇതെന്റെ പറയല, നീ വായടച്ചിരിക്ക കേട്ടോ. അവള് പറഞ്ഞപ്പോ ഞാൻ വിട്ടാടിയത് ഇല്ലേ മോളെ. അതൊക്കെ തന്നെ പരിപാടികള്. അവിടെ പോയി 2-3 സ്കൂളുകളിൽ നമ്മ ക്യാമ്പ് പരിപാടികളൊക്കെ നടത്തി. അവർക്ക് കുറച്ച് ക്ലാസ്സുകൾ എടുത്തു. പിന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് സർവേ കാര്യങ്ങളുണ്ടായി. പിന്നെ ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് 2-3 പേരെ ചൈൽഡ് ലൈനിൽ വർക്ക് ചെയ്ത കുറച്ച് ടീംസുകളുണ്ട്. ഇപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു മെമ്മറി ആയിരുന്നു ആ ഒരു പീരീഡ്. അപ്പം അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ നീ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചേഞ്ചായി എന്ന് തോന്നിയ ഏതെങ്കിലും എൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു മാറ്റം തോന്നിയ എന്താണ് മാറ്റം തോന്നിയത്? മാറ്റം എന്ന് പറഞ്ഞ മാതിരി കല്യാണം കഴിഞ്ഞതിൻ്റെ രീതിയിൽ എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ഒരു മാറ്റമില്ല. ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കോളേജിലുള്ള ടൈമും ഇപ്പോഴും ഭയങ്കര വ്യത്യാസം കുറേ വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ട ആളൊന്നല്ല ഇപ്പൊ ഇരിക്കുന്ന ആള്. അന്ന് നോക്കിയപ്പോ ഒരു ചെറിയൊരു പാവം എന്നുള്ള രീതിയിലൊക്കെയാണ് ആള്. ഒരു പാവം എന്നുള്ള രീതിയിൽ ഇപ്പൊ പാവം അല്ല. അതായത് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരാളാണ് വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ഷൈയും കാര്യങ്ങളായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവള് നേരെ ഓപ്പോസിറ്റാ. അപ്പൊ ഓപ്പോസിറ്റ് ഓൾവേസ് അട്രാക്ഷൻ ആണല്ലോ അതിന്റെ സംഭവം. അപ്പൊ അതേമാതിരി ഇപ്പൊ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ പണ്ട് വിചാരിച്ചു വരുന്നല്ലോ ചില കാര്യങ്ങളൊക്കെ ഇവളുടെ റിയാക്ഷനൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവമേ ഇത് കോളേജിൽ ഉണ്ടായിരുന്ന മുതൽ തന്നെയാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചില രീതിയിൽ നല്ല രീതിക്ക് നല്ല നല്ല ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും. ഞാനത് അക്സെപ്റ്റ് ചെയ്യും. നല്ലതാണ്, ഞാൻ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഈ വഴിക്ക് കേട്ടിട്ട് ഇതിലേ അങ്ങോട്ട് വിടും. അങ്ങനെ ഇതന്നെ തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കോളേജ് സമയത്ത് പറയാറുണ്ട്, അതായത് ഞാൻ മാറും ശരിക്കും ഞാൻ മാറിയോ? അതായത് ഒരു പീരീഡ് കഴിഞ്ഞാൽ ഞാൻ മാറും എന്നുള്ള രീതിയിൽ സ്നേഹമൊന്നും ആയിരിക്കില്ല. സ്നേഹിച്ചിരുന്ന സമയത്തും കല്യാണം കഴിയുമ്പോ ഒരുപാട് മാറ്റങ്ങൾ വരും. നീ ആ ഉദ്ദേശ മാറ്റങ്ങൾ എന്നിൽ വന്നോ? മാറിയുണ്ട്.
കാരണം അത് പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞിരുന്നു അതായത് സ്നേഹിക്കണ പോലെ അല്ല, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മാറും, അത് ഇത്രയും കാണുന്ന സ്നേഹമൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കുറയല്ല ചെയ്തിട്ടുള്ളത്, കൂടിയിട്ടുള്ളൂ. അതെനിക്കറിയില്ല, അത് ചിലപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് മുൻപ് നമ്മൾ ഇത്ര അടുത്തിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു റൂഫിൻ്റെ താഴെ ഇത്രയും സ്നേഹത്തോടെ ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്തായാലും എനിക്ക് കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമാവുക ചെയ്തത്, കൂടുതൽ ഇഷ്ടമാവുക ചെയ്തത്. ഇവൻ്റെ മാറ്റങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടമാവുകയാണ് ചെയ്തത്. പിന്നെ ആദ്യം കല്യാണം കഴിഞ്ഞൊരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈശ്വര എനിക്ക് തെറ്റിപ്പോയോന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായി. ഒരു കുറച്ച് ഫാമിലി പ്രശ്നങ്ങൾ കാരണം നമ്മള് ഇച്ചിരി ചെറിയ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ഒക്കെ ആയിരുന്നു. അതെ, ചിലപ്പോ ഞാനും അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ഒന്ന് സെറ്റായി വന്നപ്പോ എനിക്ക് മനസ്സിലായി ശരി ഞാൻ അടുത്ത തീരുമാനം നന്നായിരുന്നു, എനിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. വേറെ ക്വസ്റ്റ്യൻ എനിക്കിട്ട് തരൂ. ഇതൊക്കെ റെക്കോർഡാവുണ്ടാവും ഇല്ലെങ്കിലോ കാണുന്നുണ്ട് സൈഡിൽ കൂടെ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എന്തുട്ടാണ് ഓക്കെ, അതായത് നീ ഇപ്പോ നിനക്കിപ്പോൾ 28 വയസ്സാവാറാണ്. അപ്പം അതില് നിന്റെ ലൈഫില് ഞാൻ വന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്? അതായത് മാറ്റം മീൻസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നീ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ എന്റെ ലൈഫിൽ വന്നോ? അതായത് നീ ജീവിച്ചിരുന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മൾ രണ്ടുപേരായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതായത് മറ്റേ മുന്നത്തെ ലൈഫിൽ നിന്ന് ഇപ്പോഴത്തെ ലൈഫ് വ്യത്യാസം ഉണ്ടോ? അതെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഈ പറഞ്ഞ മാതിരി എനിക്കിപ്പോൾ മെൻ്റലി ഞാൻ ഇത്തിരി കൂടിയും ഹാപ്പിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കലും ഒറ്റയ്ക്ക് ഇരുന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യണം നമുക്ക് പരിപാടികളൊന്നും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചപ്പോൾ എനിക്ക് അത് ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരാളുണ്ട്. അപ്പം ഞാൻ മെൻ്റലി ഇത്തിരി കൂടി റിലാക്സ്ഡ് ആയിട്ടുണ്ട്. പിന്നെ പല പ്രശ്നം ഇപ്പോൾ എന്ത് വന്നാലും നേരിടാന്നുള്ള രീതിയിലായി. ഒരെണ്ണം എന്ന് വെച്ചാൽ ചെറിയ കാര്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇതാവും. അത് ഇപ്പോഴും ചില കാര്യങ്ങളിലുണ്ട്, അത് നമ്മുടെ ഫാമിലി റിലേറ്റ് ചെയ്ത പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ് അതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായത്. പിന്നെ ഈ പറഞ്ഞ മാതിരി പല കാര്യങ്ങളും ഈ പറഞ്ഞ മാതിരി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഇഷ്ടങ്ങൾ പലതായിരിക്കും, ഇവളുടെ ഇഷ്ടങ്ങൾ മറ്റ് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കുറേ മാറ്റങ്ങൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കുറേ മാറ്റങ്ങൾ അങ്ങനെ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അല്ല കുറേയൊക്കെ നീ മാറിയിട്ടുമുണ്ട്. ഓക്കെ, ഇനി ചോദിച്ചാന്ന് ഇനി പ്രത്യേകിച്ച് എന്നിട്ടാ സെയിം ചോദ്യം അങ്ങോട്ടും കൂടി ഇല്ല കേട്ടോ. അതെ, ഇനി ചോദിക്കാനെന്ന് പറഞ്ഞാൽ എന്നിലെന്തെങ്കിലും മാറ്റങ്ങൾ നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്നത് മനു ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കാര്യം മാറ്റിയത് ഇന്ന രീതിയിൽ ചെയ്താൽ അവൻ്റെ ആ ഒരു ബിഹേവിയർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ മൈൻഡിലുണ്ടോ? നീ മാറാൻ എന്തെങ്കിലും മാറ്റങ്ങൾ എന്നിൽ നീ ആഗ്രഹിക്കുന്നോ? ഇല്ല, എനിക്കങ്ങനെ അതായത് കുഞ്ഞു ചില കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര നിസ്സാരമായിട്ട് ഇടുന്ന കുഞ്ഞു കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അങ്ങനെ, അല്ലാതെ നിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരണമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം നീ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് നിന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങനെ നീ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തി നീ അതാവണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചോദിക്കണല്ലേ ഇപ്പൊ എന്താ ഇപ്പൊ അത് ചോദിക്കണതാണ്. ഓടി വന്നേക്കാണ്
ഇപ്പൊ ചെയ്യാനല്ല വേഗം ചുമ്മാ, അതായത് നമ്മളെ വീട്ടിൽ ഇപ്പൊ ആരും ഇല്ല, അപ്പൊ നമ്മ ചുമ്മാ വെറുതെ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേരും നമ്മളോട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരുത്തൻ ചേട്ടന്റെ അവിടേക്ക് പോയി. അപ്പൊ അവര് കേക്കണ്ടല്ലോ ഈ പൊട്ടത്തരങ്ങൾ ഇതിന് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്ത് വെക്കാതെ. ഇനി ഇതിപ്പോ കേക്കും എല്ലാരും ചിലപ്പോ വന്നാലും. പിന്നെ എന്നിട്ടാ ഞാൻ തന്നിട്ടുള്ള ഗിഫ്റ്റില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ് എന്താണ്? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വലിയ ഗിഫ്റ്റായിട്ടല്ല. പക്ഷേ ഞാൻ മറ്റേ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ഫിലിപ്പിനോൻ്റെ കൂടെ താമസിച്ചായിരുന്നു. അപ്പം ആ സമയത്ത് അയാൾ ത്രൂ എനിക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്ത് അവിടെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു ആള്. ഞാൻ വന്നപ്പോൾ കേക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സമയത്ത് വീഡിയോ കോൾ ചെയ്ത് അത് അതിൻ്റെ ഒരുപാട് ഇതുണ്ടായിട്ടല്ല അതിൽ കാര്യങ്ങൾ. ആകെ ജസ്റ്റ് കേക്ക് അവൾക്ക് ആ സമയത്ത് പറ്റിയതെന്നുള്ള. എന്നാലും ആ ഒരു മൊമെൻ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിന് വില കൂടിയ സാധനങ്ങളൊക്കെ വില കൂടിയ പല സാധനങ്ങളും എനിക്ക് തന്നിട്ടുണ്ട്. ഭയങ്കര വില എന്നല്ല, പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും മെമ്മറബിൾ. എപ്പോഴും ആ സമയത്ത് ഞാൻ അതേമാതിരി കുറെ ആരും ഇല്ലാണ്ട് ഈ രാജ്യത്ത് വന്ന് ഒറ്റയ്ക്ക് കിടക്കുന്ന സമയമാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഓർത്തൂലോ, അല്ലെങ്കിൽ ഓർക്കും ഒബ്വിയസ്ലി, നമ്മൾ ഇഷ്ടത്തിലാണല്ലോ. എന്നാലും അത് ഇങ്ങനെ രീതിയിലൊരു സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു. സത്യത്തിൽ ഇത് എനിക്ക് അറിയില്ല, എനിക്കത് ഇത്ര, കാരണം ഞാൻ ആ കേക്ക് കട്ട് ചെയ്യണ ആ മൊമെന്റിൽ ഇവന്റെ മുഖം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ അത്ര ഹാപ്പി ആയിട്ടല്ല, അവന്റെ ഒന്നാമത് ക്ഷീണാകാ ഇതായിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതിൻ്റെ മനസ്സിൽ. ഞാൻ കരുതി വേറെന്തെങ്കിലും പറയുമായിരിക്കുന്നു ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇത് എന്നെ വല്ലാണ്ട്, കാരണം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേൾക്കണവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളെവിടെയാണ് എന്താണെന്നൊന്നും, ഏത് സിറ്റുവേഷനിലാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതൊന്നും കൂടെ പറയാം. അതായത് ഇവൻ കാനഡയിൽ വന്ന സമയത്ത് ഞാൻ നാട്ടിലിരിക്കുമ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇതുകൊണ്ട് ഇവൻ്റെ നിൽക്കണ അവിടുത്തെ ആളുടെ നമ്പറൊന്നും എൻ്റെ ഉണ്ടായില്ല. അപ്പം ഞാൻ ആളെ ഫേസ്ബുക്കിൽ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് ആളെടുത്ത് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ പൈസയൊക്കെ സെറ്റ് ചെയ്ത് അയാളെ കൊണ്ട് ഒരു കേക്കൊക്കെ മേടിപ്പിച്ച് അങ്ങനെയാണ് ചെയ്തത്. അതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഞാനിത് ചെയ്തപ്പോഴും ഇവൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആളെന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായി. പക്ഷെ അത് ഇപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഞാൻ ചെയ്തത് എനിക്ക് അവന് ഹാപ്പി ആയില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ ഇത്രയും നാളും. ഈ ഒരു മൊമെന്റ് വരെ ഞാൻ ചിന്തിച്ചത് നീ ഹാപ്പി ആയിരുന്നില്ല അതിൽ നിന്നാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റണത് ചെയ്തു, അവനെയും അത് അത്ര അങ്ങനെ ഒരു ഇത്. പക്ഷെ എന്നാലും അത് എനിക്ക് ചെയ്തത് എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമായിരുന്നോ എന്ന് എനിക്ക് ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷെ അത് നീ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ കുറച്ചും കൂടി സന്തോഷം, അത്രേ ഉള്ളൂ. നീയാണല്ലോ എൻ്റെ അടുത്ത് ചോദിച്ചേ, ഞാൻ കൂടി ചോദിക്കണം അല്ലേ? ഇനി ഇടയ്ക്ക് ക്യാമറ ഗോവിക്കോ ഈ ചോദ്യം കേട്ട് നിർത്തിയാലോ നമുക്ക്? നിന്റെ അതായത് സങ്കല്പത്തിലുള്ളൊരു ഭർത്താവില്ലേ, അതിന്റെ എന്തെങ്കിലും ക്വാളിറ്റി എനിക്കുണ്ടോ എന്നറിയാനൊരു ആഗ്രഹം. അതായത് സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് സത്യത്തിൽ പറഞ്ഞ എൻ്റെ സങ്കല്പങ്ങളൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു. എനിക്കത് ഞാനങ്ങനെ വല്ലാണ്ട് ഭയങ്കര സങ്കല്പങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല എനിക്ക്. പക്ഷെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വയസ്സ് മൂത്തതായിരിക്കണം. എന്താന്ന് എനിക്കറിയാൻ പാടില്ല, ചെറുപ്പത്തിൽ അതാണ് എനിക്ക് ഇഷ്ടമായത്. അതായത് എന്നെക്കാളും അന്നാ ഭയങ്കരമായിട്ട് കുറെ വയസ്സ് മൂപ്പ് പാടില്ല, 2 to 4 അതിൻ്റെ ഇടയിൽ മൂത്തൊരാളായിരിക്കണം. അത് നേരെ ഓപ്പോസിറ്റ് ആയി പോയി. ഞാനാണ് മൂത്തത്. അതെ, ഞാൻ മൂത്തതാണ്. എനിക്ക് എത്രയുടെ പോലും ഒരു 41 ദിവസം കണ്ട് മൂത്ത ദിവസം ട്ടാ, അല്ലാണ്ട് വേറൊന്നും. അത്ര വ്യത്യാസമുള്ളൂ. ഇതിന് പേരില് ഞാൻ ഇതറിഞ്ഞപ്പോ എനിക്ക് ഇവൻ ചെറുതാണോ എന്ന് ഞാൻ പിന്നീടാണ് ഞങ്ങള് ഇഷ്ടത്തിലായതിനു ശേഷമാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, അതായത് സമ്മതിക്കോ വീട്ടില് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാരെന്നോട് ചോദിച്ചു 40 ദിവസമായി ഇനിയിപ്പോ എന്താ, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. എൻ്റെ അച്ഛൻ ചോദിച്ചു അത് ദിവസത്തിനല്ല ഇനിയിപ്പോ എന്താന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ അതേല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ എൻ്റെ ആ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അതെന്തിനാ അങ്ങനെ സങ്കല്പിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പിന്നെ എന്തിട്ടാ സങ്കല്പം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻ്റെ സങ്കല്പത്തിലുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ മനുവിന് ഒട്ടും അങ്ങനെയല്ല. പക്ഷെ ഇവനെ പോലെ ഒരാളെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതല്ലാതെ വേറെ ഏത് തരത്തിലുള്ള ആളെ കിട്ടിയാലും എൻ്റെ സത്യമായിട്ട് എൻ്റെ അങ്ങനെ എന്താ പറയാ, എന്നെ അങ്ങട് മര്യാദക്ക് പട്ടി അങ്ങനെയല്ല. അതായത് വേറൊരാൾക്ക് എന്നെ മെരുക്കി കൊണ്ടു നടക്കാൻ പറ്റും. എനിക്കതല്ല അതന്നെ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മെരിക്ക മീൻസ് അങ്ങനെയല്ല. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അതെ, ചിലത് പറ്റാണ്ടാവുമ്പോ വേണ്ടട്ടാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാറുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞെന്നുള്ള രീതിയിൽ എക്സ്പ്ലനേഷനും അതെ. ഇപ്പൊ എന്തെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇന്നതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതെന്നും കൂടെ അവൻ്റെ അടുത്ത്. അവനും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിലും വ്യക്തികൾ എന്നുള്ളൊരു നിലയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അത് ഞങ്ങൾക്ക് അതെ. ഇത്രയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ബോധത്തോടു കൂടി സങ്കല്പിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്ര നല്ല ഒരു ഞാൻ ഇനി ഇരുത്തി പോയത്ര ഒന്നല്ല, സത്യത്തിൽ അതാണ് ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം ഇവൻ കുഴപ്പമില്ല, ഇവന് അത്യാവശ്യം കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് വേണ്ടതായാലും ഒരു വ്യക്തിക്ക് വേണ്ട എന്നുള്ള നിലയിലും അത്യാവശ്യം അറിയാം എന്താണ് ഏതാണെന്നുള്ളത്. മുകളിലൊരു നടക്കണ ഒച്ചക്കൊക്കെ ഉണ്ടാ. അതെ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. സങ്കല്പം ഒന്നും ഇല്ലെങ്കിലും കിട്ടിയ സാധനം അടിപൊളി. നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം. അത്രയ്ക്ക് ഉള്ളൂ. റെക്കോർഡ് ആണ്.